സാക്ഷി എന്ന പ്രഖ്യാപനത്തോടുകൂടെ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പോകുമ്പോൾ ഭൂമുഖത്ത് 1,24,000 സ്വഹാബാക്കളുണ്ട് എന്ന യാഥാർത്ഥ്യം എന്റെ സഹോദരങ്ങളെ നാം ഒന്ന് വിലയിരുത്തിയാൽ എന്തൊരത്ഭുതമാണിത്. വരുന്നുണ്ടെന്ന് പറയാൻ 1,24,000, അദ്ദേഹം അവർ വന്നു പോയി എന്ന് പറയാൻ വേറെ 1,24,000. പ്രവാചകന്മാരുടെ ശൃംഖല അവസാനിച്ചതുകൊണ്ട് തന്നെ അല്ലാഹു തആല പ്രവാചകത്വത്തിനോട് നേരെ താഴെയായിട്ട് നൽകുന്ന വിലായത്തിന്റെ പദവിയിൽ ഏറ്റവും മുന്തി നിൽക്കുന്ന പദവിയാകുന്ന സുഹ്ബത്ത്, ഈ സുഹ്ബത്ത് നൽകിയിട്ട് അല്ലാഹു ആദരിച്ച 1.25 സഹാബാക്കൾ ഈ ഒരു വിവരം വന്നുപോയി എന്ന ഒരു വിവരം അറിയിക്കുമ്പോൾ 313 മുർസലുകളെയാണ് നേരത്തെ പറഞ്ഞ അമ്പിയാക്കളുടെ കൂട്ടത്തിലുള്ളതെങ്കിൽ ശുഹദാ ബദർ എന്ന പേരിൽ അറിയപ്പെടുന്ന 313 വൻ സ്വഹാബത്തിനെയും അല്ലാഹു തആല സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ വെച്ച് തെരഞ്ഞെടുത്തു. ഉലുൽ അസ്മികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന 5 ആളിൽ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ മാറ്റി നിർത്തുമ്പോ 4 പ്രവാചകന്മാരെയാണ് മുർസലുകളെയാണ് നാം മേൽ എണ്ണിയതെങ്കിൽ ഖുലഫാഉർ റാഷിദുകളായ സിദ്ദീഖുൽ അക്ബർ എന്നവരും ഉമർ എന്നവരും ഉസ്മാൻ എന്നവരും അലിയാർ എന്നവരും റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരും തൊട്ടു നിൽക്കുന്നത് 5-ാമതായി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. തങ്ങളെന്ന ഒരു പോയിന്റിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തും 1.25 ലക്ഷം പരിശുദ്ധരായ ആളുകളെ നിർത്തിയിട്ട് അല്ലാഹു തആല ഹബീബായ തങ്ങളായക്കുമ്പോ ആരായിരിക്കും എന്റെ ഉമ്മമാരെ, സഹോദരിമാരെ, ശ്രോതാക്കളെ, നമ്മുടെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിലേക്കുള്ള മാധ്യമങ്ങളായി അല്ലാഹു തആല പടച്ച അമ്പിയാക്കൾ എല്ലാം റബ്ബിലേക്കുള്ള മാധ്യമങ്ങളാണ്, കവാടങ്ങളാണ്. ആ അല്ലാഹുവിലേക്കുള്ള കവാടങ്ങളിൽ ബാബുല്ലാഹിൽ അഅ്ലം, അല്ലാഹുവിന്റെ ഏറ്റവും വലിയ കവാടം, അല്ലാഹുവിലേക്ക് എത്തിപ്പെടാനുള്ള ഏറ്റവും വലിയ കവാടമായി മാധ്യമമായി അല്ലാഹു തആല പടച്ചിരിക്കുന്ന അഷ്റഫുൽ ഖൽഖ് തങ്ങളുമായി എന്തെല്ലാം നമുക്ക് പറയാൻ കഴിയും. ചെറുവിവരം വെച്ചുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളെ പൊതുവേ നബിമാരെ അല്ലാഹു തആല പറഞ്ഞേക്കുമ്പോ ആ നബിമാർക്ക് മുഴുവനും അല്ലാഹു തആല കൊടുക്കണം സവിശേഷമായ ഒരു ഗുണവും ഒരു സിദ്ധിയും, സാധാ മനുഷ്യർക്കില്ലാത്ത ഗുണം. എന്തുകൊണ്ട്? യജമാനനായ റബ്ബുൽ ഇസ്സത്തിൽ വെച്ച് കിട്ടുന്ന വിവരം, മലായികത്ത് മുഖേന അല്ലാഹു തആല നൽകുന്ന വിവരം സാധാ ജനങ്ങൾക്ക് മുഴുവൻ എത്തിച്ചു കൊടുക്കണം. സാധാരണക്കാരിൽ ബുദ്ധിമാന്മാർ മാത്രമല്ല, നല്ല കൂർത്ത ബുദ്ധിയുള്ളവർ, ബുദ്ധി കുറഞ്ഞവർ, കേവല പൊട്ടന്മാർ, സ്ത്രീകളും പുരുഷന്മാരും മക്കളും, ഇവരെയെല്ലാം അഭിസംബോധന ചെയ്യാനുള്ള ഒരു കഴിവ് നൽകുന്നതോടൊപ്പം അല്ലാഹുവുമായി ബന്ധപ്പെടാൻ, ഇനി അല്ലെങ്കിൽ മലായികത്തുമായി ബന്ധപ്പെടാനുള്ള ഒരു പ്രകൃതി അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു നബിക്കും നൽകൽ അനിവാര്യമാണെങ്കിൽ, അഥവാ അല്ലാഹുവിന്റെ വഹി എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ദിവ്യബോധനങ്ങൾ, അല്ലാഹു തആല അറിയിക്കുന്ന അറിയിപ്പുകൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിൽ വെച്ച് പിടിച്ചെടുക്കണമെങ്കിൽ ജിബ്രീൽ എന്ന മലക്കുമായി ബന്ധപ്പെടാനുള്ള ഒരു പ്രകൃതി അല്ലാഹു തആല ഒരു നബിക്ക്, കേവലം ഒരു നബിക്ക് നൽകൽ അനിവാര്യമാണ്. അദ്ദേഹത്തിന് ജനങ്ങളുമായി സംസാരിക്കാനും ഇടപഴകാനും അയാൾക്ക് അതിനും കഴിയണം. ഇങ്ങനെ ഒരേ സമയത്ത് തന്നെ മനുഷ്യന്റെ ഒരു പ്രകൃതിയും മലക്കുമായി ബന്ധപ്പെടാനുള്ള പ്രകൃതിയും അല്ലാഹു തആല നൽകുന്നവരാണ് അമ്പിയാക്കളെല്ലാം. ആദരവായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തേക്ക് അല്ലാഹുവിന്റെ വഹി എത്തുന്നതിന്റെ വിവിധ 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 രൂപങ്ങൾ പ്രഖ്യാപിക്കുമ്പോ പല രൂപങ്ങളിലും എനിക്ക് വഹി എത്താറുണ്ട്. മനുഷ്യന്റെ രൂപത്തിൽ മലക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ട് എന്റെ അടുത്തേക്ക് വന്നിട്ട് അല്ലാഹുവിന്റെ കലാം എനിക്ക് ഓതിത്തരുന്ന വഹിയുടെ രൂപമുണ്ട്. മറ്റു പല രൂപങ്ങളുമുണ്ട്. ബെല്ലടിക്കുന്നത് പോലെ, മണിയടിക്കുന്നത് പോലെ ശബ്ദത്തിൽ ചിലപ്പോൾ എനിക്ക് വഹയെത്തും. അതെനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്, അതെനിക്ക് വളരെ പ്രയാസമാണ്. താങ്ങാൻ കഴിയാത്ത വഹയിന്റെ രൂപമാണ് ഈ ഒരു രൂപമെന്ന് പ്രഖ്യാപിച്ച ഹബീബായ നബി തങ്ങളുടെ ഹദീസ് വിവരിക്കുമ്പോ മഹാന്മാരായ ഉലമാക്കൾ,
ഹദീസിന്റെ ശുറാഹ് വിവരിക്കുന്നത്, കാരണം അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾക്ക് ആ സമയത്ത് ആ ഒരു രൂപം ഇങ്ങനെ താങ്ങാൻ പറ്റാത്ത കഠിനമായ രൂപമാകാനുള്ള കാര്യം, ആ സമയത്ത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഫയുറദ്ദു ഹീനഇദിൻ മിൻ തബഇൽ ബശരി ഇലാ തബഇൽ മലക്, മനുഷ്യന്റെ പ്രകൃതിയിൽ വെച്ച് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മലക്കിന്റെ പ്രകൃതിയിലേക്ക് മാറ്റം വരുത്തപ്പെടുന്നത് കൊണ്ടാണ് എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറത്താണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പ്രഖ്യാപിച്ചതെന്ന് നമ്മുടെ ഇമാമിയങ്ങൾ വിവരിക്കുന്നുണ്ട്. ഞാൻ ഈ വിഷയം പരത്തി പറയുകയല്ല. ഇങ്ങനെ എല്ലാ നബിമാർക്കും രണ്ട് പ്രകൃതി അല്ലാഹു തആല നൽകൽ അനിവാര്യമാണെങ്കിൽ, അല്ലാഹുവിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾക്ക് മലക്കുമായി ബന്ധപ്പെടുന്ന ആ ഒരു പരിധിയിലപ്പുറം, ഒരു പ്രകൃതിക്കപ്പുറം ഒരു വേള അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെടാനുള്ള പ്രകൃതിയും അല്ലാഹു തആല നൽകണം. കാരണം ലോകത്ത് വെച്ച് അല്ലാഹുവിനെ കണ്ട ഒരേ ഒരു വ്യക്തി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. ജിബ്രീൽ പോലും മഹാനവറുകൾക്ക് കണക്കാക്കപ്പെട്ട ഒരു പരിധി വെച്ചുകൊണ്ട്, ഈ പരിധിയിൽ വെച്ച് ഞാൻ ഒരു ഖത്വ, ഒരൊറ്റ ചവിട്ട് ഞാൻ മേൽപോട്ടെടുത്തു വെക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ ആ പരിശുദ്ധിയിൽ, അല്ലാഹുവിന്റെ ആ തജല്ലിയിൽ ഞാനാകെ കത്തിക്കരിഞ്ഞു പോകുമായിരുന്നു. എനിക്ക് അല്ലാഹുവുമായിട്ട് ബന്ധപ്പെടാൻ റബ്ബ് നിശ്ചയിച്ചിരിക്കുന്ന പരിധി ഇത്രമാത്രമാണ് എന്ന ആകെ ആ ഒരു വിവരിക്കാൻ പറ്റാത്ത അവർണ്ണനീയമായ ആ ഒരു പ്രകാശം എന്താണ് പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ, അതെന്നെ കരിച്ചു കളയുമായിരുന്നെന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹദീസുകളിലുണ്ട്. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾക്ക് അല്ലാഹുവിനെ കാണാനുള്ള പ്രകൃതി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകണം. ഇത് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അതിനും പുറമെ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഏതെങ്കിലും ഒരു കാലത്തേക്കുള്ള നബിയല്ല, ഒരു ഭാഷക്കാർക്കുള്ള നബിയല്ല, ഒരു നാട്ടുകാർക്കുള്ള നബിയല്ല. ഖിയാമത്ത് നാൾ വരേക്കും വരുന്ന മുഴുവൻ മനുഷ്യന്മാരിലേക്കും അല്ലാഹുവിന്റെ റസൂൽ മബ്ഊസാണ്. അതിനു പുറമെ നമ്മുടെ സഹോദര സമുദായമായ ജിന്ന് വർഗത്തിലേക്കും അല്ലാഹുവിന്റെ ഹബീബ് മബ്ഊസാണ്. ജിന്നുകളോട് സംസാരിക്കാനുള്ള കഴിവ് അല്ലാഹു തആല നബി തങ്ങൾക്ക് നൽകണം. ഈ ഒരു പവർ ലോകത്ത് മുൻകഴിഞ്ഞു പോയ ഒരു നബിക്കും അല്ലാഹു തആല നൽകാത്ത ഒരു പവറാണ്. മഹാനായ നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ സൈന്യങ്ങളുടെ കൂട്ടത്തിൽ ജിന്നുകളുണ്ട് എന്ന് ചരിത്രത്തിലുണ്ട്. അവിടെ ഉലമാക്കൾ പഠിപ്പിക്കുന്നത് ആ ജിന്നുകളിലേക്ക് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം അല്ലാഹുവിനാൽ നിയോഗിതരാണ് എന്നല്ല അതിന്റെ താല്പര്യം. ജനങ്ങളിലേക്ക് മാത്രമാണ് സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല നബിയാക്കിയിട്ടുള്ളത്, റസൂലാക്കിയിട്ടുള്ളത്. അതേ സ്ഥാനത്ത് മഹാന്റെ സൈന്യങ്ങളുടെ കൂട്ടത്തിൽ, പ്രജകളുടെ കൂട്ടത്തിൽ, രാജാവായ മഹാന്റെ ഭരണീയരുടെ കൂട്ടത്തിൽ ജിന്നുകളുണ്ട്, മറ്റ് പക്ഷികളുണ്ട്, മറ്റ് മൃഗങ്ങളുണ്ട്, പലതുമുണ്ട്. നബിയാണെന്ന നിലക്ക് മനുഷ്യർ മാത്രമേ മഹാനവറുകൾക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ എല്ലാ നബിമാരെയും സാധാ മനുഷ്യരുടെ പ്രകൃതിയിൽ വെച്ച് മലായിക്കത്തിന്റെ പ്രകൃതി അല്ലാഹു തആല നൽകേണ്ടുന്നതിന് പുറമെ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾക്ക് അല്ലാഹുവിനെ കാണാനുള്ള ഒരു പ്രകൃതി, ജിന്നുകളുമായി സംസാരിക്കാനുള്ള പ്രകൃതി, എല്ലാ ഭാഷക്കാരുമായും ബന്ധപ്പെടാനുള്ള പ്രകൃതി, ഇതെല്ലാം അല്ലാഹു തആല നൽകിയിട്ടുള്ള അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ നബി തങ്ങളെയാണ് അല്ലാഹു തആല ആദ്യമായിട്ട് ലോകത്ത് പടച്ചതെന്ന യാഥാർത്ഥ്യം നമ്മെ പഠിപ്പിക്കപ്പെട്ട ഒരു പരമാർത്ഥമാണ്. നബി തങ്ങളുമായി ബന്ധപ്പെട്ട നൂർ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ നൂറിനെയാണ് ആദ്യമായി അല്ലാഹു പടച്ചതെന്ന് ഇമാമുകൾ വിവരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലോക പടപ്പുകളുടെ കൂട്ടത്തിൽ മലായിക്കത്ത് എന്ന വിഭാഗത്തെക്കാൾ പോലും അല്ലാഹു തആല പവർ നൽകിയവരാണ് അമ്പിയാക്കളും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ
ഖബറടക്കപ്പെട്ട അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുടെ തിരുശരീരം, ആ തിരുശരീരത്തെ മൂടി നിൽക്കുന്ന കബർ ചെയ്തിരിക്കുന്ന ഖബറു ശരീഫ്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോടൊപ്പം അല്ലാഹുവിന്റെ റസൂൽ അന്തിയുറങ്ങിയ ഹുജറയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശരീരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയാണ് അടക്കം ചെയ്യാൻ വേണ്ടി കണക്കാക്കിയത്. ആ തിരുശരീരത്തെ അടക്കം ചെയ്ത ഖബറിന്റെ ഉൾപ്രദേശമുണ്ടല്ലോ, മുത്തുനബിയുടെ ശരീരത്തെ തൊട്ട് നിൽക്കുന്ന മണ്ണിന്റെ കഷ്ണങ്ങൾ, കല്ലിന്റെ കഷ്ണങ്ങൾ, പൂഴിത്തരികൾ, ആ ഖബറിന്റെ ഉൾഭാഗവുമായിട്ട് നബി തങ്ങളുടെ അവയവങ്ങളെയും ശരീരത്തെയും അനാവരണം ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ, നമ്മുടെ ഉലമാക്കൾ ആ ഭാഗത്തെ ചർച്ച ചെയ്യുന്നത് കഅബ ശരീഫിനേക്കാൾ മഹത്വമുള്ളതാണ്, ആകാശത്തേക്കാൾ മഹത്വമുള്ളതാണ്. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുടെ ഖബറിന്റെ ഉള്ളെന്ന് നാം വിലയിരുത്തുമ്പോ അതിന് മഹത്വം കിട്ടാൻ വേണ്ടി അല്ലാഹു തആല തിരഞ്ഞെടുത്തിരിക്കുന്ന ആ തിരുശരീരത്തിന്റെ മഹത്വം എത്രയാണ്? ആ തിരുശരീരത്തെ ജീവസുറ്റതാക്കിയ അവിടുത്തെ ആത്മാവിന്റെ മഹത്വം എത്രയാണ്? ഇതൊക്കെ വിവരിക്കുമ്പോ നീണ്ടു നീണ്ട് വിവരിക്കേണ്ടി വരും. ബലഗൽ മുദ്ദാഹു ഫീ ഔസാഫിഹി ഫമാ ബലഗ് ബാലിഗും മിശാറ മാ ഊതി ബിമാ ഫിൽ ബാലിബാൽ. അല്ലാഹുവിന്റെ ഹബീബിനെ അനവധി ആളുകൾ വർണ്ണിച്ചിട്ടുണ്ട്. അവർ കഠിന പരിശ്രമം നടത്തിയിട്ട് തന്നെ അവർ വർണ്ണിച്ചിട്ടുണ്ട്. പക്ഷേ വർണ്ണിച്ചവരാരും, എഴുതിയവരാണെങ്കിലും പാടിയവരാണെങ്കിലും പറഞ്ഞവരാണെങ്കിലും അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ വിവരണങ്ങൾ നോക്കുമ്പോൾ നബിതങ്ങൾക്ക് നൽകിയതിന്റെ 10% പോലും വിവരിക്കാൻ ഇന്ന് വരേക്കും പരിശ്രമിച്ചിരിക്കുന്ന ഒരു പ്രശംസകർക്കും സാധിച്ചിട്ടില്ല എന്ന പരമാർത്ഥം ഉലമാക്കൾ നമ്മെ പഠിപ്പിക്കുന്നത് എത്ര സത്യസന്ധമാണ്. അല്ലാഹുവിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഖുർആൻ സാധാരണ നാമൊക്കെ കേൾക്കുന്ന പ്രസംഗങ്ങളിൽ കേൾക്കാറില്ലേ? അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾക്ക് ഇറക്കപ്പെട്ട ഖുർആനിൽ മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല 100 ചില്ലാനം സ്ഥലങ്ങളിൽ മൂസാ നബിയുടെ പേര് യാ മൂസ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ അഭിസംബോധന ചെയ്യുന്ന രീതികൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സ്വന്തം പേര് വിളിച്ചുകൊണ്ട് അല്ലാഹു തആല വിളിച്ചിട്ടുണ്ട്, സംബോധന ചെയ്തിട്ടുണ്ട്. എന്നാൽ തിരുമുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യാ മുഹമ്മദ് എന്ന് വിളിച്ചുകൊണ്ടുള്ള ഒരു സംബോധന ഖുർആനിൽ കാണാത്തത് എന്തുകൊണ്ട്? തങ്ങളുമായി ബന്ധപ്പെട്ട വിശേഷണങ്ങളിലൂടെയല്ലാതെ ഓ നബിയായിട്ടുള്ളവരെ, റസൂലായിട്ടുള്ളവരെ, പുതപ്പിട്ട് മൂടിയവരെ എന്നിങ്ങനെ അടങ്ങുന്ന വിശേഷണങ്ങളോടുകൂടെയല്ലാതെ അല്ലാഹുവിന്റെ ഹബീബിനെ ഖുർആനിൽ യജമാനനായ പടച്ചവൻ വിളിക്കാത്തത് എന്തുകൊണ്ടാണ്? അത്രമേൽ ബഹുമാനം തങ്ങൾക്കുണ്ട്. സാധാരണ നബിമാർ അവരുടെ സമൂഹത്തിൽ വരുമ്പോ, മുർസലുകൾ അവരുടെ സമൂഹത്തിൽ വരുമ്പോ എത്ര സത്യസന്ധരാണെങ്കിലും, എത്ര കുലമഹിമയുള്ളവരാണെങ്കിലും, സമൂഹത്തിൽ എത്ര ബഹുമാനമുള്ളവരാണെങ്കിലും അവരുടെ പൂർവകാല ജീവിതത്തിൽ ആർക്കും യാതൊരുവിധ ആക്ഷേപവും ഉന്നയിക്കാൻ വകയില്ലാത്ത ജീവിതമാണ് എല്ലാ നബിമാരുടെയും നുബുവത്തിന് മുമ്പുള്ള ജീവിതം. എന്നാലും സമൂഹത്തിലൊരു നബി, ഞാൻ നബിയാണ്, അല്ലാഹു ഏകനാണ്, നിങ്ങളിതൊക്കെ ഒന്ന് നിർത്തണം എന്നിങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എതിരാളികൾ ഈ നുബുവത്ത്വാദിയായ ആളുകൾക്കെതിരെ തിരിയും. ചിലപ്പോൾ അവർ ഭ്രാന്തനെന്ന് വിളിച്ചെന്ന് വരും, മാരണക്കാരനെന്ന് ചിലപ്പോൾ വിളിക്കും, വിഡ്ഢിയാണെന്ന് വിളിക്കും. പല വിധത്തിലും ജനങ്ങളെ അകറ്റാൻ പറ്റുന്ന ശകാര വർഷങ്ങളൊക്കെ നടത്തൽ ഏതൊരു നബി ഏത് സമൂഹത്തിൽ വന്നാലും സംഭവിക്കുന്ന ഒരു പതിവാണ്. ഇങ്ങനെ അല്ലാഹു തആല നുബുവത്തും റിസാലത്തും നൽകിയിട്ടയക്കുന്നവർക്കെതിരിൽ എതിരാളികൾ വല്ല ആക്ഷേപവും ഉന്നയിച്ചാൽ ആ നബിയോട് തൽക്ഷണം അല്ലാഹു തആല കൽപ്പിക്കും, നിങ്ങൾ മറുപടി പറഞ്ഞേക്കൂ, നിങ്ങൾ ഭ്രാന്തനാണ്, എനിക്കല്ല ഭ്രാന്ത്, അത് നിങ്ങൾക്കാണ്. ഞാനല്ല മാരണക്കാരൻ, നിങ്ങളാണ്. ഞാനല്ല പൊട്ടൻ, നിങ്ങളാണ് പൊട്ടന്മാർ. എന്റെ കൂടെ കൂടിയവരല്ല പോയത്തക്കാർ, നിങ്ങളാണ്, നിങ്ങളോടുകൂടെയാണ്.
എന്നിങ്ങനെയുള്ള മറുപടി അതത് നബിമാരെ കൊണ്ടാണ് അല്ലാഹു തആല പറയിപ്പിക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബായ നബിതങ്ങളെ കുറിച്ച് മക്കത്തെ മുശ്രിക്കുകൾ എന്തെന്തെല്ലാം ആക്ഷേപങ്ങളാണ് സമൂഹത്തിൽ വിതറിയത്. മക്ക ലക്ഷ്യം വെച്ചു കൊണ്ടുവരുന്നവരോട്, കഅബ തവാഫ് ചെയ്യാൻ വേണ്ടി ശിർക്കിന്റെ രൂപത്തിലുള്ള തവാഫ് ചെയ്യാൻ വേണ്ടി വരുന്ന അക്കാലത്തുള്ള ഹാജിമാരോട്, സന്ദർശകരോട് വഴിയിൽ വെച്ച് തടഞ്ഞുകൊണ്ട്, നിങ്ങൾ കഅബയിലേക്ക് ചൊല്ലുമ്പോ വഴിയിൽ വെച്ച് ഒരു പക്ഷേ നിങ്ങൾക്കൊരാളെ കണ്ടു എന്ന് വന്നേക്കാം. ആ മനുഷ്യന് കുറച്ചു ദിവസമായി ഒരൽപ്പം സുഖമില്ല, പലതും പറഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഞാൻ നബിയാണെന്ന് പറയും, ഞാൻ റസൂലാണെന്ന് പറയും, ഒരു പടച്ചവനെ ആവശ്യമുള്ളൂ എന്നും പറയും. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു തരം രോഗമാണ്, ഭ്രാന്താണ് എന്നൊക്കെ അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് എതിരാളികളായ ആളുകൾ മറ്റു നാടുകളിൽ വെച്ച് വരുന്ന ആളുകളെ വഴിക്ക് വെച്ച് തടഞ്ഞു വെച്ചിട്ട് അവരോട് പ്രബോധനത്തിന്റെ വീതിയിൽ മുള്ളുവിതറും. ഒരു കൊല്ലത്തിലൊരിക്കൽ വരുമ്പോ ആ വരുന്ന ജനങ്ങളോട് സംസാരിക്കുന്നതിൽ വെച്ച് നബിയെ മാറ്റി നിർത്താനാണിത്. അങ്ങനെ മാറ്റി നിർത്തുമ്പോ അവർക്ക് അതിനാൽ കിട്ടുന്നത് ഒരു കൊല്ലത്തെ പ്രബോധനം അവിടെ മുരടിച്ചു പോകും. ഒരു കൊല്ലത്തേക്കുള്ള പ്രബോധനം. ഈ സൂത്രത്തിന് വേണ്ടി അവരൊപ്പിക്കുന്ന ഈ ആക്ഷേപങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് അവർ പറയുമ്പോ, എന്റെ സഹോദരങ്ങളെ, നാം ഒന്ന് ചിന്തിക്കേണ്ടത്, ഒരൊറ്റ ആക്ഷേപത്തിനും അല്ലാഹുവിന്റെ റസൂലേ തങ്ങൾ ഇന്നതങ്ങ് മറുപടി പറഞ്ഞേക്കൂ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നില്ല. മറുപടി പറയുന്നത് റബ്ബുൽ ഇസ്സത്താണ്, മറുപടി പറയുന്നത് അല്ലാഹുവാണ്. നിങ്ങളെ നബിക്ക് ഭ്രാന്താണെന്ന് പറയുമ്പോ നബിക്ക് ഭ്രാന്തില്ലല്ലോ. നബി പൊട്ടനാണെന്ന് പറയുമ്പോ നിങ്ങളാണല്ലോ പൊട്ടന്മാർ എന്നിങ്ങനെ തങ്ങളുടെ ഭാഗത്ത് വെച്ച് മറുപടി ഏറ്റെടുക്കുന്നത് റബ്ബുൽ ആലമീനായ തമ്പുരാനാണെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹത്വം എത്രയാണ് എന്റെ സഹോദരങ്ങളെ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചില പ്രത്യേകമായ ഘട്ടങ്ങളിൽ പുണ്യ ഹബീബായ നബി തങ്ങൾ ചെയ്ത ചില പ്രവർത്തനങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബ് റഹ്മത്തിന്റെയും കാരുണ്യത്തിന്റെയും കേദാരമായതുകൊണ്ട് തന്നെ, റഹ്മത്ത് തുളുമ്പുന്നത് കൊണ്ട് തന്നെ തങ്ങൾ ചെയ്യുന്ന ചില ഇടപാടുകൾ അങ്ങനെ തന്നെ അല്ലായിരിക്കാൻ വേണ്ടത്. തെറ്റാണെന്നോ കുറ്റമാണെന്നോ പറഞ്ഞുകൂടെങ്കിലും അതിങ്ങനെ ആയിക്കൂടെ എന്ന് അല്ലാഹു തആലക്ക് ചോദിക്കേണ്ട ചില സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. തങ്ങൾ അങ്ങനെ തന്നെ അവരോട് പറയേണ്ടതില്ലായിരുന്നു, അത്ര അവരെ കണക്കിലെടുക്കേണ്ടതില്ലായിരുന്നു, അത്ര കാരുണ്യം അവരോട് കാട്ടേണ്ടതില്ലായിരുന്നു എന്നിങ്ങനെയുള്ള മറുപടികൾ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളോട് പറഞ്ഞിട്ട്, എന്തിനാണ് ഹബീബേ അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കേണ്ട സന്ദർഭങ്ങൾ വരുമ്പോ എത്ര ശ്രദ്ധയോടുകൂടെയാണ് റബ്ബിന്റെ ഉപയോഗങ്ങൾ. പരിശുദ്ധ ഖുർആനിൽ ഒരു തരം മുനാഫിക്കുകൾക്ക് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ അവരിച്ഛിക്കുന്ന ഒരു കാര്യത്തിന്റെ സമ്മതം മൂളിയപ്പോ ആ സമ്മതം കൊടുത്തതിനെ കുറ്റപ്പെടുത്തേണ്ട ഒരു സന്ദർഭം വന്നപ്പോ അല്ലാഹുവിന്റെ കലാമിറങ്ങുന്നത് അഫല്ലാഹു അൻക ലിമ അദിൻത ലഹും. എത്ര മൃദുലമായ ഭാഷയാണ്. ലിമ അദിൻത ലഹും, എന്തിനായിരുന്നു ഹബീബായ തങ്ങളെ തങ്ങളവർക്ക് സമ്മതം കൊടുത്തത്? വേണ്ടാത്ത പണിയെടുക്കണ്ടല്ലോ എന്ന് ചോദിക്കേണ്ട ആ ഒരു ചോദ്യത്തിന്റെ മുമ്പ് അല്ലാഹു തആല പറയുന്നത് അഫല്ലാഹു അൻക, അല്ലാഹു തങ്ങൾക്ക് മാപ്പ് തന്നിരിക്കുകയാണ്, തങ്ങളെ ബേജാറാവണ്ട. എന്ത് സംഭവിച്ചാലും അല്ലാഹു പുറത്തിരിക്കുന്നു, അല്ലാഹു മാപ്പ് ചെയ്തിരിക്കുന്നു, തങ്ങളെ കുറ്റപ്പെടുത്തുന്നതല്ല. ലിമ അദിൻത ലഹും, എന്നാലും എന്തിനെ അങ്ങ് സമ്മതം കൊടുത്തു? കൊടുക്കേണ്ടതില്ലായിരുന്നു. കൊടുക്കേണ്ടതില്ലെങ്കിലും തങ്ങൾ ചെയ്തതിന് കുഴപ്പമില്ല. അഫല്ലാഹു അൻക. ഇത്തരം അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളുമായിട്ടുള്ള പെരുമാറ്റം, തങ്ങളോട് അല്ലാഹുവിന്റെ സംസാരം, തങ്ങളോട് അല്ലാഹുവിന്റെ അഭിസംബോധന, തങ്ങളെക്കുറിച്ച് നേരിട്ടുള്ള മറുപടികൾ, ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ ഉലമാക്കൾ പഠിപ്പിക്കുന്നത് എല്ലാ നബിമാർക്കും ഹബീബായ തങ്ങൾ നബിയാണ്. ആദം നബി മുതൽ ഇങ്ങോട്ടുള്ള നബിമാർക്ക് മുഴുവനും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാറ്റിലും തങ്ങൾ മികച്ചു നിൽക്കുകയാണ്.
ബുദ്ധിയുടെ കാര്യത്തിൽ, അറിവിന്റെ കാര്യത്തിൽ, സ്വഭാവത്തിന്റെ കാര്യത്തിൽ, പെരുമാറ്റത്തിന്റെ കാര്യത്തിൽ, എല്ലാ കാര്യങ്ങളിലും എല്ലാ നബിമാരെയും കവച്ചു വെച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് അല്ലാഹു തആല നിയോഗിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ സാധാരണ ഒരു ഭർത്താവിനോട് ഭാര്യ ഇണ ചോദിക്കുന്നതിന്റെ കൂട്ടത്തിൽ സ്വകാര്യമായിരിക്കുമ്പോ, സ്വന്തമായി ഉറങ്ങുമ്പോ, രഹസ്യമായി കിട്ടുമ്പോ ചില വർത്തമാനങ്ങൾ ചോദിക്കുന്നത് പോലെ ഹബീബായ തങ്ങളോട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ ഒരു വേള ചോദിച്ചു പോലും, അല്ലയോ ഹബീബേ, അല്ലാഹുവിന്റെ ഖുർആനിൽ ആ ഇസ്റാ മിഅ്റാജ് എന്ന സംഭവത്തെ അനാവരണം ചെയ്യുമ്പോ അല്ലാഹുവിന്റെ തിരുസന്നിധിയിലേക്ക് തങ്ങളെ കൊണ്ടുപോയിട്ട് തങ്ങൾക്ക് അല്ലാഹു തആല അറിയിച്ചു എന്ന വിവരങ്ങളെ കുറിച്ചുള്ള ഒരു പരാമർശമുണ്ടല്ലോ. ഫഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ. അല്ലാഹുവിന്റെ സവിധത്തിലെത്തി, ഇത്ര അടുത്തെത്തി, അല്ലാഹുവിനെ കണ്ടു. ഫഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ. അങ്ങനെ അല്ലാഹു തആല നബി തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തതൊക്കെ അറിയിച്ചു കൊടുത്തു. എന്താണ് ഇവിടെ മാ ഔഹ? അല്ലാഹു ഇത്രയും ഗോപ്യമാക്കി വെച്ചിരിക്കുന്ന മാ ഔഹ എന്താണ്? എന്തൊക്കെയാണെന്ന് അല്ലാഹുവിന്റെ ഹബീബിന് പടച്ച തമ്പുരാൻ കൈമാറിയത്? ഇത് പരിശുദ്ധ ഖുർആനിലില്ല. അല്ലാഹു തആല മുബ്ഹമാക്കി, അല്ലാഹു തആല വിശദീകരിക്കാതെ ഒഴിച്ചിട്ടിരിക്കുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത്, അല്ലയോ ഹബീബായോരേ, അങ്ങേക്ക് അല്ലാഹു തആല ആ രാത്രിയിൽ സ്പെഷ്യലായി, വളരെ രഹസ്യമായി, ആരോരും അറിയാതെ, മലക്കുകൾ പോലും അറിയാതെ തങ്ങളുടെ മനസ്സിലേക്ക് അല്ലാഹു തആല ഇട്ടുതന്ന മാ ഔഹ എന്താണ്? അതെന്താണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? എന്തൊക്കെയാണ് തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയതെന്ന് അള്ളാന്റെ ഹബീബ് ചോദിക്കുന്നത്, അല്ല ആയിഷ, നീ എന്താണ് എന്നോട് ചോദിക്കുന്നത്? ഞാൻ എന്താണ് നിനക്ക് വിവരിക്കേണ്ടത്? ലോകത്തൊരൊറ്റ മലക്കിനും അറിയാത്ത വിവരം, ഒരൊറ്റ നബിക്കറിയാത്ത വിവരം, ഒരു റസൂലിനറിയാത്ത വിവരം, ഒരു മനുഷ്യനറിയാത്ത വിവരം, ഒരു പടപ്പിനും അറിയാത്ത വിവരം, ഇതാണോ ആയിഷ നിന്നോട് ഞാൻ വിവരിച്ചു തരേണ്ടതെന്ന് ഖാല ശഫീഉനാ റസൂലുള്ളാഹി. ഉലമാക്കൾ പറയുന്നത്, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിനോടൊപ്പം ഇസ്റാ മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ആകാശ ആരോഹണം നടത്തിയപ്പോ ആർക്കും വിവരിക്കാത്ത സ്ഥലങ്ങളിലേക്കൊക്കെയും തങ്ങളെ കൊണ്ടുപോയപ്പോ അല്ലാഹുവിന്റെ തിരുസന്നിധിയിലെത്തിയിട്ട് അവിടുത്തെ ശറഫാക്കപ്പെട്ട കണ്ണുകളെ കൊണ്ട് അല്ലാഹുവിന്റെ തിരുദാത്ത് ദർശിച്ച് അല്ലാഹു തആല അറിയിച്ച ഈ വിവരത്തെ ജിബ്രീൽ അലൈഹിസ്സലാമിനോടൊപ്പമാണ് തങ്ങളുടെ യാത്ര. മേലോട്ടിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരുന്ന് കയറി 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 ഒരു പ്രത്യേകമായ സ്ഥലത്തെത്തിയപ്പോ ജിബ്രീൽ എന്നവർക്ക് അവിടുന്ന് അങ്ങോട്ട് കാലെടുത്ത് വെക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്തെത്തിയപ്പോ حتى لبحر النور جبريل وقف في شطه رعبا وودع وهتف دعني تقدم يا حبيبي لا تخف أبشر تناجي ربك القيوم صلوا عليه وسلموا تسليما. بحر النور നമുക്കറിഞ്ഞുകൂടെ എന്താണെന്ന്. അവിടെ എത്തിയപ്പോ ജിബ്രീൽ എന്നവർ പറഞ്ഞു, ഇത്രയേ എനിക്ക് അനുവാദമുള്ളൂ. തഖദ്ദം, തങ്ങൾ മുന്നോട്ട് പോകണം. ലാ തഖഫ്, തങ്ങൾ അശേഷം പേടിക്കേണ്ടതില്ല, തങ്ങൾ ഭയപ്പെടേണ്ടതില്ല. അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമാ, റബ്ബിന്റെ മുനാജാത്തിന് വേണ്ടിയാണ് അങ്ങ് പോകുന്നത്. അല്ലാഹുവുമായിട്ടുള്ള അഭിമുഖത്തിന് വേണ്ടിയാണ് തങ്ങൾ പോകുന്നത്. ഈ ഒരു സ്പോട്ട്, ഈ ഒരു സമയത്തെ വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ പഠിപ്പിക്കുന്നത്, ജിബ്രീൽ എന്ന മലക്കുമായി വിട്ടതിന്റെ ശേഷം അല്ലാഹുവിന്റെ ഹബീബ് കീറിക്കടക്കുന്നത് 70 ഹിജാബുകളാണ്, 70 മറകൾ. എന്താണ് ആ മറയെന്ന് നമുക്കറിഞ്ഞുകൂടാ, എന്തിനാലുള്ള മറയാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. وقدمتك جميع الأنبياء بهم
ഫീ മൗകിബിൻ കുന്ത ഫീഹി സാഹിബൽ അലമീൻ. അമ്പിയാക്കളാണ് തങ്ങളെ കൊണ്ടുപോകുന്നത്.